നമസ്കാരം. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ ഇടത്തോട്ട് വലിച്ച് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ആർക്കൊക്കെ അപേക്ഷിക്കാം, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, എത്ര തുകയാണ് ലഭിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കുക, കേരളത്തിലെ അംഗീകരിക്കപ്പെട്ട ആശുപത്രികൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം PM കെയർ അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് സ്ഥാപിക്കപ്പെട്ടത് 2020-ലാണ്. ദേശീയ ദുരിതാശ്വാസ നിധിയുടെ ആരംഭം 1948-ൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് അഥവാ PMNRF ആരംഭിച്ചത്. അന്ന് പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ സഹായിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പിന്നീട് പ്രകൃതി ദുരന്തങ്ങളിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയും വലിയ അപകടങ്ങൾക്കും കലാപങ്ങൾക്കും ഇരയായവർക്ക് സഹായം ലഭ്യമാക്കാനുമെല്ലാം ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അതുപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവയ്ക്കൽ, ക്യാൻസർ ചികിത്സ, ആസിഡ് അറ്റാക്ക് ചികിത്സ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായങ്ങൾക്കുമെല്ലാം ഈ നിധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും പൊതു സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുരുതര രോഗം ബാധിച്ചവരെ സഹായിക്കാനായി PM കെയറിലേക്ക് സംഭാവന ചെയ്യാനും കഴിയും. സംഭാവന ചെയ്യുന്ന തുകയ്ക്ക് 100% നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്ര രൂപ വരെയാണ് ചികിത്സാ സഹായമായി ലഭിക്കുക എന്നത് പറയാൻ കഴിയില്ല. രോഗിയുടെ ഗുരുതരാവസ്ഥ, ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന ചെലവ്, കുടുംബത്തിൻ്റെ വരുമാനം, ഫണ്ടിൻ്റെ ലഭ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ PM ഓഫീസാണ് തീരുമാനമെടുക്കുക. സാധാരണഗതിയിൽ 50,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് അനുവദിക്കാറുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടായിരിക്കുക. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം തുടങ്ങിയവ പോലെ ജീവന് തന്നെ ഭീഷണിയായ രോഗം പിടിപെട്ടവർക്കാണ് സഹായം ലഭിക്കുക. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികളിലായിരിക്കണം ചികിത്സ നടക്കുന്നത്. അപേക്ഷകന്റെ പേര് ആശുപത്രിയുടെ ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ PMNRF സഹായം ലഭിക്കുകയുള്ളൂ. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതിൽ നിന്ന് ചികിത്സ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മാത്രമേ PMNRFിൽ നിന്ന് സഹായം ലഭിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 വിധത്തിൽ അപേക്ഷിക്കാം. ഒന്നാമത്തേത് സ്വന്തം മണ്ഡലത്തിലെ MP മുഖേന അപേക്ഷിക്കാം. 2 PMNRF ഓഫീസിലേക്ക് നേരിട്ട് അപേക്ഷ അയക്കാം. MP മുഖേന അപേക്ഷിക്കാൻ രേഖകൾ സഹിതം MPക്ക് അപേക്ഷ നൽകി MPയുടെ ശുപാർശ കത്ത് വാങ്ങി അപേക്ഷ അയച്ചാൽ തന്നെ അപേക്ഷയുടെ പരിഗണന വേഗത്തിലാകാൻ സാധ്യത കൂടുതലാണ്. അതല്ലാതെ MPയിലൂടെ അപേക്ഷ ഫോർവേഡ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ എല്ലാ രേഖകളും സഹിതം ടു ദി ഓഫീസർ ഇൻ ചാർജ് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് PMNRF, സൗത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി 110011 ഇന്ത്യ എന്ന വിലാസത്തിലേക്ക് നേരിട്ട് അയക്കുകയും ചെയ്യാം. അതുമല്ലെങ്കിൽ PMNRF@gov.in എന്ന അഡ്രസ്സിലേക്ക് ഇമെയിൽ അയക്കാനും കഴിയും. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായത്തിന് അപേക്ഷിക്കുന്നതിനായി വേണ്ട രേഖകളെക്കുറിച്ച് പറയുമ്പോൾ, 1. അപേക്ഷ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്ന വിധം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2. പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 3. ആശുപത്രി നൽകുന്ന രോഗനിർണയ സർട്ടിഫിക്കറ്റ്. അതിൽ രോഗം, ചികിത്സയുടെ വിശദവിവരങ്ങൾ, ചെലവുകൾ എന്നിവ വ്യക്തമാക്കിയിരിക്കണം. 4. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിവരുന്ന തുകയുടെ എസ്റ്റിമേറ്റ്. 5. തഹസിൽദാർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, അത് ഇംഗ്ലീഷിലായിരിക്കണം. 6. ബാങ്ക് പാസ്ബുക്ക്, IFSC കോഡ് ഉൾപ്പെടെയുള്ളത്. 7. റേഷൻ കാർഡിൻ്റെ കോപ്പി. അപേക്ഷ സ്വീകരിച്ചതിന് ശേഷമുള്ള ചികിത്സാ ചെലവുകൾക്ക് മാത്രമേ സഹായം അനുവദിക്കുകയുള്ളൂ. അതിനു മുമ്പുള്ള ചെലവുകൾ ലഭിക്കില്ല. ഫണ്ട് ആശുപത്രിയിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അനുമതിയോടെ വളരെ അപൂർവമായി മാത്രമേ രോഗിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ.
ഇനി ഏതൊക്കെ ആശുപത്രികളിലാണ് PMNRF ചികിത്സ ലഭിക്കുകയെന്ന് നോക്കാം. ഇന്ത്യയിലെ എല്ലാ സർക്കാർ ആശുപത്രികളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ പ്രാദേശിക ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ, ക്യാൻസർ കെയർ സെന്ററുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ്. PMNRF ചികിത്സ ലഭിക്കുന്ന കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഇനി പറയുന്നതാണ്. അൽഷിഫ ആശുപത്രി മലപ്പുറം, അമല ക്യാൻസർ ആശുപത്രി അമല തൃശൂർ, അമൃത മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി, പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ, EMS മെമ്മോറിയൽ സഹകരണ ആശുപത്രി പെരിന്തൽമണ്ണ, ഫാത്തിമ ആശുപത്രി കോഴിക്കോട്, ജൂബിലി മിഷൻ ആശുപത്രി തൃശൂർ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലി, ലൂർദ് ആശുപത്രി പച്ചാളം എറണാകുളം, ലിസി ഹോസ്പിറ്റൽ എറണാകുളം, മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട്, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കൊച്ചി, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, നാഷണൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, നൂറുൽ ഇസ്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി മെഡിക്കൽ കോളേജ് കോഴിക്കോട്, SK ആശുപത്രി തിരുമല തിരുവനന്തപുരം, സെന്റ് ഗ്രിഗോറിയസ് കാർഡിയോ വാസ്കുലർ സെന്റർ പരുമല, ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രി പട്ടം തിരുവനന്തപുരം, തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് സയൻസ് പട്ടം തിരുവനന്തപുരം, വെസ്റ്റ് ഫോർട്ട് ആശുപത്രി തൃശൂർ, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ കോഴിക്കോട്. ഇതൊക്കെയാണ്. ഇനി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്ന വിധം കാണിക്കാം. അതുപോലെ PMNRFൻ്റെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൂഗിളിൽ പോയി PMNRF എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 3 വരെയുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. 2 ഓപ്ഷനുകൾ വരും. ഒന്ന് ചികിത്സാ സഹായത്തിനുള്ളതും രണ്ടാമത്തേത് ഡൊണേറ്റ് ചെയ്യാനുള്ളതുമാണ്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.